ഹായ് ഹലോ, ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു യാത്രയായിരുന്നു ഇത്. ഈവനിങ് ഒരു 4 o'clock ഒക്കെ ആയപ്പം ഇവർക്കൊക്കെ ഒരു ആഗ്രഹം പാൽച്ചുരത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന്. എനിക്കാണെങ്കിൽ അന്ന് ഡ്യൂട്ടിയും ഉണ്ടായിരുന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല, ലാപ്പും എടുത്ത് ഞാൻ കാറിൽ കയറി. ഈ ഒരു ടൈമിൽ ചുരത്തിൽ പോയാലും വലിയ ഭംഗിയൊന്നും ഇല്ല കേട്ടോ. ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഒരു 6 o'clock ആ ഒരു ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ കോടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാട്ടോ ഇതിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എത്ര രസമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു റോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലേക്ക് പോകാൻ പോലും തോന്നാറില്ല. ഇതെപ്പോഴും ഇങ്ങനെയാ കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ചുരം കയറിയിട്ട് ബോയ്സ് ടൗൺ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് തിരിച്ചു പോകാനായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാട്ടോ ഞാൻ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവർ പ്ലാനൊക്കെ മാറ്റിയിട്ട് ഇവർ മാനന്തവാടിക്ക് പോവുകയാണേ. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല. വീട്ടിലിരുന്ന് മര്യാദയ്ക്ക് ജോലി ചെയ്താൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരുന്ന രണ്ടുപേരും ഞങ്ങളുടെ കസിൻസ് ആണേ. അവർ ആ സമയം കൊണ്ട് പോയിട്ട് വെള്ളവും ഉപ്പിലിട്ടതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷോപ്പ് മാനന്തവാടി എത്തുന്നതിന് മുന്നേ ആയിട്ടാണ്. ഞങ്ങൾ എപ്പോൾ വയനാട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് ചായപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കാറുണ്ട്. ഇവിടെ നല്ല വൈൻ കിട്ടും കേട്ടോ. ഗ്രേപ്പ്, ജിഞ്ചർ, അങ്ങനെ നല്ല ടേസ്റ്റ് ആട്ടോ അത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ തവണ ഞങ്ങൾ ഈ ഷോപ്പിൽ കയറിയത് അത് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ സാധനം അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ചേട്ടനൊരു നല്ല ചേട്ടനാട്ടോ. അത് കാരണം ആള് അപ്പുറത്തെ ഷോപ്പിലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഐറ്റം സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത്. നമുക്ക് പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ, എവിടെയും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ അവിടെ നിന്ന് എന്തൊക്കെയോ മേടിക്കുന്ന സമയം കൊണ്ട് ഞാൻ വന്നിട്ട് ചായപ്പൊടി നോക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ വയനാട് വന്നിട്ടുണ്ടെങ്കിലും ചായപ്പൊടി മേടിക്കുക, അതെന്താണെന്ന് എനിക്കറിയില്ല. എപ്പോഴും ഫ്ലേവേഡ് ആയിട്ടുള്ള എന്തെങ്കിലും മേടിക്കാൻ നോക്കാറുണ്ട്. ഇത്തവണ ഞാൻ വാനിലയാണ് എടുത്തത്. പിന്നെ അതിലെ കറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലും മേടിക്കാനുണ്ടോ എന്നൊക്കെ നോക്കി. അപ്പോഴാണ് ആ ചേട്ടൻ കാട്ടുള്ളി തൈലം എടുത്തത്. ഇത് തലവേദന, മൈഗ്രെയിൻ, പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള വൊമിറ്റിംഗ് ടെൻഡൻസി അതിനൊക്കെ നല്ലതാണ്. പക്ഷെ അത് സ്മെല്ല് ചെയ്യണേ നല്ല പാടാട്ടോ. തലയിലൂടെ എന്തോ കുത്തുന്ന പോലെ തോന്നും. എന്താ ഫീലിംഗ് എന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് വള്ളിയൂർക്കാവിലേക്കാണ്. ഈ ഒരു ഷോപ്പ് കണ്ടോ, ഇത് കാണുമ്പോൾ ഇങ്ങനെ വളരെ ചെറുതായിട്ട് തോന്നെങ്കിലും നല്ല രസമാട്ടോ. ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സൈഡിലും വയലൊക്കെ ആയിട്ട് നല്ല മൈൻഡ് നല്ല റിലാക്സ് ആവും. ഒരു ഈവനിങ് ടൈമിൽ അവിടെ പോയിട്ടൊരു ചായയൊക്കെ കുടിച്ച് അവരിങ്ങനെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ സ്പോട്ടാട്ടോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് ചായയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.